Good afternoon, all. Good afternoon, ma'am. എന്റെ പേര് സോളി. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മള് ഫസ്റ്റ് ടൈം ആണ് അല്ലേ? സെൽഫായിട്ടൊക്കെ ആരെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? ഹലോ മാം, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് അലൻ ബിജു. ഞാൻ +2 കഴിഞ്ഞു. ഞാൻ എൻ്റെ വീട് പുത്തമ്പേരിക്കര, എറണാകുളം ജില്ലയിലാണ്. നെക്സ്റ്റ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് ശ്രീജ എന്നാണ്. ഞാൻ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. കൊല്ലം കരിക്കോടാണ് സ്ഥലം. ഞാൻ സ്റ്റിൽ വർക്കിംഗ് ആണ്, അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം എനിക്കൊരു കരിയർ ഗ്രോത്ത് ഇല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു മാറിയൊരു ഇതിലോട്ട് ചിന്തിച്ചത്. അപ്പം എൻ്റെ ചേച്ചി അവിടെ പഠിച്ചതാണ്. അപ്പം ചേച്ചി വഴിയാണ് അവിടുത്തെ കോണ്ടാക്ട് കിട്ടിയത്. അങ്ങനെ ജോയിൻ ചെയ്തതാണ് മാം. ചേച്ചി മോണ്ടസോറി പഠിച്ചിരുന്നു, പിന്നെ അഡ്മിനിസ്ട്രേഷനും എടുത്തിട്ടുണ്ടായിരുന്നു. 2 കോഴ്സ്. എന്തോ മാം? ശാരിക. താങ്ക് യു മാം. നെക്സ്റ്റ്. എല്ലാവരും പരിചിതമായിരിക്കും അല്ലെ? പല ക്ലാസ്സിലും ഇങ്ങനെ ഒരുപാട് കുറച്ച് പരിചയപ്പെടലൊക്കെ വന്നപ്പോൾ പരസ്പരം നിങ്ങൾക്ക് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ കുറേശ്ശെ എല്ലാവരൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? ശരിയല്ലേ? അവനവന്റെ ഡിസ്ട്രിക്റ്റിൽ ആരൊക്കെയാണ് അതില് HRM കോഴ്സിലൊക്കെ വന്നിരിക്കണേന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഓരോ ഡിസ്ട്രിക്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കിയാലോ? എറണാകുളം ഡിസ്ട്രിക്ട് ആരോ? എത്ര പേരുണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന്? ആരുമില്ല. പുത്തമ്പേലിക്കര ഒരാൾ പറഞ്ഞു, അലൻ പറഞ്ഞു. ആരാ? സ്വരമോൾ. ആരെയൊക്കെ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റുകാരാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഞാന് എറണാകുളത്ത് മൂവാറ്റുപുഴയിലാണ് സ്ഥലം. ഇപ്പൊ ഞാന് ദുബായിലാണ്. 5 വർഷമായിട്ട് ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ്? അതെ. നമ്മള് ദുബായിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലെ പേഴ്സൺസ് ഒക്കെ. ഒന്ന് ഓർത്ത് വെക്കുക. എല്ലാവരും ഒന്നിച്ച് നിന്നാണ് നമ്മള് ഒന്നിച്ച് ക്ലാസ് മൂവ് ചെയ്ത് പോകുന്നത്. എല്ലാവരൊക്കെ ഒന്നിച്ച് പരസ്പരമൊക്കെ മിങ്കിൾ ചെയ്ത് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് അല്ലെ? എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെ ക്ലാസ് മൂവ് ചെയ്യാം. സൂര്യ. വീണ്ടും ഓരോ പ്രൈസുകളൊക്കെ പരിചിതമാകുന്നുണ്ടാവും. നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. കൊല്ലത്ത് നിന്ന് നമ്മൾ പരിചയപ്പെട്ടു. കണ്ണൂരിൽ നിന്നുണ്ട് സുവിധ MP. സുവിധ എന്ത് ചെയ്യുന്നു? മാം, ഞാൻ കണ്ണൂരിലാണ്, തലശ്ശേരിയാണ്. ഇപ്പം ഇവിടെ ദുബായിലാണ്. അവിടെ ഒരു കമ്പനിയിൽ ഒരു HR ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള ഇതിലാണ് നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. HRM PG ആണ് എടുത്തിട്ടുള്ളത്. HRM PG-യില് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഇത് കഴിഞ്ഞിട്ടല്ലേ? അപ്പം താങ്ക് യു. HRM PG കൂടി ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയില്ല. അതെ. കണ്ണൂര് കുറെ പേരൊക്കെ നമ്മള് ചെറുതായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. കണ്ണൂരിൽ നിന്നുണ്ട്. എല്ലാവരും അല്ലെ? മലപ്പുറത്ത് നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, എറണാകുളം ഡിസ്ട്രിക്ട്, ദുബായ് അല്ലെ? അങ്ങ് അകലെ ദുബായിൽ നിന്ന് വരെ നമ്മൾ ഒന്നിച്ച് അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലാസ് ആയിട്ട് എല്ലാവരും ഒന്നിച്ച് ആരെങ്കിലൊക്കെ ഒന്നിച്ച് അൺമ്യൂട്ട് ആക്കി കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓരോരുത്തർക്ക് ഷെയർ ചെയ്യാട്ടോ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മളെ പരിചയപ്പെടുക, കുറച്ചു നേരമൊക്കെ പരിചയപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എല്ലാവരും വ്യത്യസ്ത ഡിസ്ട്രിക്റ്റിൽ ലാംഗ്വേജിലൊക്കെ ഒരു വേരിയേഷൻസ് ഉണ്ടാവും. ചിലരൊക്കെ വളരെ സ്ലോ ആയിട്ട് ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. കുറച്ചുപേരൊക്കെ സ്പീഡില് ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. എനിവേ നമ്മള് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ എന്തെങ്കിലും അല്ലെ നിങ്ങൾക്ക് ഒന്നുകൂടി പറയണമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പീഡ്, ചിലപ്പോൾ കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ളവരൊക്കെ വളരെ അല്ലെ ചില ലാംഗ്വേജുകൾക്കൊക്കെ വേരിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചോദിച്ചു പോവുക. സ്പീഡ് കൂടുന്നുണ്ടെങ്കിലൊക്കെ ഇൻഫോം ചെയ്തു പോവുക. എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ക്യാച്ച് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. നമുക്കറിയാം +2 തുടങ്ങി അല്ലേ വളരെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചിലരൊക്കെ ജോലി ചെയ്യുന്നവരാണ്. സോ +2 തുടങ്ങിയുള്ള എല്ലാ തരത്തിലുള്ള അല്ലെ കാൻഡിഡേറ്റ്സും ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിലുള്ള ഒരു ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കി കാണും. കോതമംഗലത്ത് നിന്നാണ് ഇവ. അവിടെ നമ്മള് ക്ലാസ് എടുത്തു പോകും. മലയാളത്തിലും അതിന്റെ മീനിങ്സ് ഒക്കെ പറഞ്ഞു പോകും. ഷുവർലി എല്ലാവർക്കും മനസ്സിലാകുക അല്ലെ, മൈൻഡിലേക്ക് ക്യാച്ച് ചെയ്യത്തക്ക വിധത്തിൽ തന്നെയാണ്. അപ്പോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കാം. ഓക്കെ, പാലക്കാട്, കാസർഗോഡ് അങ്ങനെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആരുമില്ലേ? നമ്മൾ കുറച്ചുപേരൊക്കെ പരിചയപ്പെട്ടു, പക്ഷെ കുറച്ച് ഡിസ്ട്രിക്റ്റ് ഒന്നും കണ്ടില്ല ഇതില്. ഉണ്ട് കോഴിക്കോട് കൃഷ്ണലേഖ കോഴിക്കോട്. ഹലോ മാം, കോട്ടയാണ്. ഓക്കെ, ഞാൻ പാലക്കാടാണ്. പാലക്കാടാണ്. പേരൊന്നും കൂടി? ഷഹർബാൻ. ഷഹർബാൻ. ഓക്കെ, ഷഹർബാൻ എന്ത് ചെയ്യണോ? ഞാന് +2 കഴിഞ്ഞൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, നമ്മൾ ആരും വേസ്റ്റ് ആക്കരുത് ടൈം ഒന്നും അല്ലെ. +2 കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മുടെ സമയം ഒരിക്കലും വേസ്റ്റ് ആക്കാതെ ഏതെങ്കിലും കോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ച് തീർച്ചയായിട്ടും നമുക്ക് എവിടെയാണോ അല്ലെ നമ്മുടെ റിസർവേറ്റഡ് ബോർഡിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാം ഹെൽപ്ഫുൾ ആയിട്ട് വരും. സോ ആരും ടൈം ഒന്നും വേസ്റ്റ് ആക്കാതെ ഏതെങ്കിലും കോഴ്സിലാവുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല കോഴ്സ് കഴിയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്റെ പേര് വിവിധ ആന്റണി എന്നാണ്. ഞാൻ കോതമംഗലം ഊന്നുകല്ലിൽ നിന്ന് വിളിക്കുന്നത്. കോതമംഗലം ഊന്നുകല്ലിൽ നിന്നാണ്. ഓക്കെ ഓക്കെ, അതെ അതെ. എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ ഒരു ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. നമുക്ക് എല്ലാം ആവശ്യം. ഓക്കെ, എല്ലാത്തിനും നമുക്കറിയാം ഇതൊരു മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമനെ കൈകാര്യം ചെയ്യുന്ന ഒരു മാനേജീരിയൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതും ക്യാച്ച് ചെയ്യുന്നതും. ഓക്കെ, ഓ വീണ്ടും ഹലോ മാം, എന്റെ പേര് ആതിര, കോട്ടയത്ത് നിന്നാണ്. ഞാൻ PG കഴിഞ്ഞു. SBIയിൽ വർക്ക് ചെയ്യായിരുന്നു ഇൻഷുറൻസിന്റെ സെക്ഷനിൽ. അപ്പൊ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തതാ. ടൈം വേസ്റ്റ് ആക്കാതെ തന്നെ നമുക്ക് കോഴ്സ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പുതുമ നിറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാം. ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. അല്ലാതെ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം, ഒപ്പം പഠിച്ചുകൊണ്ടിരിക്കാം. ഇതെല്ലാം 2 മണിക്കൂർ ക്ലാസ്സിൽ ഇപ്പൊ 1 മണിക്കൂറെ നിങ്ങൾക്ക് എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യേണ്ടതും. അപ്പൊ അതോടൊപ്പം മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകാനാണ്. നമുക്കപ്പോ ജസ്റ്റ് നമ്മുടെ ഇനി ബാക്കി കുറച്ച് ഭാഗമൊക്കെ നെക്സ്റ്റ് ടൈമിൽ ഒന്ന് പരിചയപ്പെടാം. കുറച്ച് പേര് ഇപ്പൊ നമ്മളെ പരിചയപ്പെട്ടു. നമ്മുടെ അല്ലെ ഇപ്പൊ എല്ലാം കൂടി ഒന്നിച്ച് പരിചയപ്പെട്ട എല്ലാവർക്കും ചിലപ്പോൾ പരസ്പരം മനസ്സിലായെന്നും വരില്ല. സോ ഇനി നമുക്ക് അവസരം കിട്ടുമ്പോൾ വീണ്ടും പരിചയപ്പെടാം. ഓക്കെ, എന്റെ പേര് ഓക്കെ അല്ലേ? നിങ്ങളുടെ മൈൻഡിൽ ക്ലിയർ അല്ലേ? SOLY സോളി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സും ഓരോരോ ചാപ്റ്റേഴ്സ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവരും? ക്ലാസ് എടുക്കുമ്പോ എന്തായാലും എല്ലാവരെയും മ്യൂട്ട് ചെയ്തിട്ടാണോ ക്ലാസ് എടുക്കുള്ളൂ. കാരണം എന്തെങ്കിലും കാരണവശാല് നമുക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും. റെക്കോർഡ് ക്ലാസ് കേട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാം.
ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ നവഡേയ്സിൽ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഇത്രയും പ്രസക്തി വരാനായിട്ടുള്ള കാര്യം എന്തായിരിക്കും? ഓക്കെ, കാരണം നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനും അത് നന്നായിട്ട് അത് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല എഫക്റ്റീവായിട്ട് അതിന്റെ റിസൾട്ടുകൾ അല്ലെ അവരെ പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നില് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ എഫേർട്ട് ഉണ്ടാവണം. എന്റെ പേരില്ലേ എത്രയോ മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ ഏത് ബിസിനസ് ഫേം സ്റ്റാർട്ട് ചെയ്താലും ആ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ആരുടെ കൺട്രോളിലായിരിക്കും? ഏതെങ്കിലും ഹ്യൂമൻ ബീയിങ്ങിന്റെ കൺട്രോളിലായിരിക്കില്ലേ? ഞാൻ ക്ലാസ് എടുക്കുന്നത് എപ്പോഴും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടായിരിക്കും, കാരണം അല്ലെങ്കിൽ ഇതൊരു തിയറി പേപ്പറാണ്, നിങ്ങൾ ബോറടിച്ച് പോകാനായിട്ടുള്ള സാധ്യതയില്ല. ചെറുതായിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. നമുക്ക് മെസ്സേജ് അയക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ആദ്യം നിങ്ങൾക്ക് ഒരു ചെറിയ ആദ്യം ഫസ്റ്റ് ടൈം ഒക്കെ കയറുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ അത് യൂസ് ചെയ്ത് തമ്പയക്കലും മെസ്സേജ് അയക്കലൊക്കെ ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മളോട് ചേർന്ന വിധത്തിൽ കൈകാര്യം ചെയ്തു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഏതൊരു സ്ഥാപനത്തിലും അത് വിജയകരമാക്കണമെങ്കിൽ അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ എഫേർട്ട് അല്ലെ, കാര്യക്ഷമമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു ഹാർഡ് വർക്കിംഗ് അവിടെ ആവശ്യമാണ്. ആവശ്യമല്ലേ? ശരിയല്ലേ? ഓക്കെ, കുറച്ചു പേരൊക്കെ തമ്പായിക്കുന്നുണ്ട്. ഓക്കെ, റെസ്പോണ്ട് ചെയ്ത് പോകാൻ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അത് ആവശ്യമാണ് അല്ലെ. അത് ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ആവശ്യകത ഉള്ളത് കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഒരു അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു മൂല്യമുള്ള വസ്തുവായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഓരോ ഹ്യൂമൻ ബീയിങ്ങും നല്ല രീതിയിൽ ഏതൊരു സ്ഥാപനവും അത് സ്ഥാപനം വിജയത്തിൽ എത്തണമെങ്കിൽ ഒരുപാട് ഫണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരുപാട് മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരുപാട് നല്ല മോഡലുകൾ അല്ലെ, നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർ പാക്ക് ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷെ അതിനപ്പുറം അവിടെ വർക്ക് ചെയ്യുന്ന ആ എംപ്ലോയീസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫേമുകളെ കമ്പനികളെയൊക്കെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് HRM-ന് ഈ കാലഘട്ടത്തിൽ ഇത്രയും പ്രാധാന്യം വരുന്നത്. അവിടെയുള്ള ഏതൊരു സ്ഥാപനത്തിനുമുള്ള എംപ്ലോയീസിനെ, അവിടെയുള്ള വർക്കേഴ്സിനെ അല്ലെ, അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാം, മാനേജ്മെന്റിന് അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ തൊഴിലുടമയ്ക്ക് അറിയാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് അല്ലെ അവിടെയുള്ള എംപ്ലോയീസിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് HRM ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഒരു ഐഡിയ ഒക്കെ അല്ലേ എന്താണ് HRM-ന് ഇത്രയും പ്രാധാന്യം വരുന്നത് എന്നുള്ളതൊക്കെ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം വലിയ വലിയ ഓർഗനൈസേഷൻ നമുക്കറിയാം ഒരുപാട് ഹ്യൂമൻ എഫേർട്ടോട് കൂടി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? ഒരുപാട് ഹ്യൂമൻ റിസോഴ്സസ് വെച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് ഒരു എക്സാമ്പിൾ, എന്തെങ്കിലൊക്കെ എക്സാമ്പിൾ പറയാം നമുക്ക് അല്ലെ. മെസ്സേജ് അയക്കാം. ടെക്നോ പാർക്ക് ഉണ്ട്, ഫാക്ടറീസ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്. യെസ്, ഗുഡ്. അപ്പൊ എല്ലാവരും തന്നെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട് അല്ലെ. ഒരുപാട് മെഷീനും നല്ല നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാക്ക് ചെയ്ത് അല്ലെ നല്ല രീതിയിൽ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. സോ അവിടെ ഹ്യൂമന്റെ എഫേർട്ട്, നല്ലൊരു ഡോക്ടറിന്റെ എഫേർട്ട്, നല്ലൊരു നഴ്സിന്റെ എഫേർട്ട് അല്ലെ, നല്ലൊരു ടെക്നീഷ്യന്റെ, എല്ലാവരുടെയും നല്ലൊരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മെഷീൻസിന് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സേവനം അവിടെ നിന്ന് ലഭ്യമാകുകയുള്ളൂ. സോ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ HRM ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് തന്നെ പ്രവർത്തനം കാഴ്ചവെക്കേണ്ടതുണ്ട്. ഇപ്പോൾ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, വലിയ വലിയ ഫാക്ടറികൾ തീർച്ചയായിട്ടും ഹ്യൂമൻ എഫേർട്ട് കൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത്. എവിടെയും നമുക്കറിയാം ഹ്യൂമൻ എഫേർട്ട് നല്ല രീതിയിൽ സിൻസിയർ ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഈ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെയാണ് നമ്മളുടെ HRM ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാധാന്യം. അവിടെ എല്ലാ എംപ്ലോയീസും നല്ല എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം? ഓക്കെ, അവിടെ വരുന്ന വേക്കൻസികൾ എങ്ങനെ ഫില്ല് ചെയ്യണം? ഓക്കെ, അവർക്ക് എന്തെങ്കിലും പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും? എന്നാൽ അവരെ ഹാപ്പി ആവാൻ, അവരെ സാറ്റിസ്ഫൈഡ് ആകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം? ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കുറെ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ HRM ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ HRM ഇത്രയും പ്രാധാന്യം വരുന്നത്. സോ ഇതിലേക്ക് ഓർക്കാം, ഏതൊരു സ്ഥാപനം വിജയിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ എഫേർട്ട് ഉണ്ട്. സോ ഇത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ HRM-ല് ഉടനീളം പഠിച്ചു പോകുന്നത്.
ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു വെച്ചേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കുന്നത് എല്ലാവരുടെയും ഉപകാരപ്രദമാകും. കാരണം നമുക്കറിയാം ഏതൊരു സ്ഥാപനം വിജയിക്കണമെങ്കിൽ അതിന്റെ ഹ്യൂമൻ എഫേർട്ട് ആവശ്യമാണ് അല്ലെ. അപ്പൊ നോക്കാം ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. മീനിങ് ആയിട്ട് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീനിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, controlling, compensation, development, integration, maintenance, etc. of the human resource in order to achieve organizational, social, and individual objectives. Okay. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടു HRM-ന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു എംപ്ലോയി ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് അല്ലെ. നമുക്ക് സാലറി വേണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യണമെന്നുണ്ട് അല്ലെ. എല്ലാവരൊക്കെ ആയിട്ട് നല്ല കോപ്പറേറ്റീവ് ആയിട്ട് സഹകരിച്ച് നല്ല ആക്റ്റീവായിട്ട് അങ്ങനെ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ അവിടെ തൊഴിലുടമയ്ക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഉണ്ടാവില്ലേ? ലക്ഷ്യങ്ങളില്ലേ? ലക്ഷ്യങ്ങളുണ്ടാവില്ലേ? അവിടെ തീർച്ചയായിട്ടും അവിടെ സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ തൊഴിലുടമയ്ക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. സമൂഹത്തിനും തീർച്ചയായിട്ടും നമുക്കറിയാം ഗവൺമെന്റിന്റെ ഒക്കെ പെർമിഷനോട് കൂടിയിട്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഫാം സ്ഥാപിക്കാനായിട്ടുള്ള അനുമതി കിട്ടുള്ളൂ അല്ലെ. അവിടെ ആ പെർമിഷൻ ഇല്ല എങ്കിൽ നമുക്ക് സ്ഥാപനങ്ങളൊന്നും അവിടെ എംപ്ലോയർ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്താലും അവിടെ ചിലപ്പോൾ പെർമിഷൻ ഇല്ല എങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. സോ ഇവിടെ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള കുറെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ജീവനക്കാരുടെ പദ്ധതി പ്രകാരം അല്ലെ അവരെ ഈ പറഞ്ഞ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ പദ്ധതി പ്രകാരം നമ്മൾ തിരഞ്ഞെടുക്കുകയും പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തു പോയാൽ മാത്രമാണ് ഈ ലക്ഷ്യങ്ങളൊക്കെ നല്ല രീതിയിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ മീനിങ്ങില് എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാനവ വിഭവശേഷി അല്ലെ. ഒരു സംഘടനാപരവും സാമൂഹ്യപരമാവും അതേപോലെ വ്യക്തിപരവുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ആവശ്യമായ എംപ്ലോയീസ് അല്ലെ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക അല്ലെ. ഡിഫൈൻഡ് ആസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് അല്ലെ. നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയും സംഘടിപ്പിക്കുകയും അവരെ നല്ല രീതിയിൽ ഡയറക്ട് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്തൊക്കെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ശമ്പളങ്ങളൊക്കെ കൊടുത്തത്. അവർക്ക് ഇൻ കേസ് ട്രെയിനിങ്ങും എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് പ്രോസസ് ഒക്കെ കൊടുത്ത് പല കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അല്ലെ അവരെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ പറയുന്നത്? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കണമെന്നുണ്ട്. സോ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് കൃത്യമായിട്ട് അല്ലെ സംഘടനാപരവും സാമൂഹികവും തന്നെ എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെ വ്യക്തിപരമായിട്ടുള്ള ഈ ആവശ്യങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിട്ട് മാനവ വിഭവശേഷിയെ അല്ലെ ഉള്ള മാനവ വിഭവശേഷിയെ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്ത് സംഘടിപ്പിച്ച് നല്ല രീതിയിൽ ഡയറക്ഷൻ കൊടുത്ത് അവരുടെ ശരിയും തെറ്റുകളൊക്കെ കൃത്യമായിട്ട് കൺട്രോളിംഗ് ഒക്കെ നടത്തി അവർക്ക് മതിയായ കോമ്പൻസേഷൻ അതായത് മതിയായ ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുത്തു. വീണ്ടും എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ സ്കില്ല് നോളജ് ഒക്കെ വർദ്ധിപ്പിച്ച് അവരെ നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. HRM എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസിനെ നല്ല എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു സ്ഥാപനത്തിന് എന്താണോ വേക്കൻസി വരുന്നത് ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ട് എത്രത്തോളം എംപ്ലോയീസിനെ കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ, ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. എത്രത്തോളം എംപ്ലോയീസിന് വേണ്ടി വരും എന്ന് ആസൂത്രണം ചെയ്യാം. അവരെയൊക്കെ സംഘടിപ്പിക്കണം. അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കണം. അവരെ പ്രവൃത്തികളെ അല്ലെ അവരെ ജോലികളൊക്കെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഏറെക്കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൺട്രോൾ ചെയ്യണം. അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കണം. മതിയായ രീതിയിലുള്ള സാലറിയൊക്കെ ഉറപ്പാക്കണം. അങ്ങനെ അവരെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ക്ലിയർ അല്ലേ? ബൈഹാർട്ടൊന്നും പഠിക്കണ്ട, പക്ഷെ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. വീണ്ടും കൺസെപ്റ്റ് ഓഫ് HR. ഇത് തന്നെയാണ് കുറച്ചും കൂടി കാര്യമായിട്ട് തന്നെ പറഞ്ഞു പോകുന്നത്. എന്താണ് കൺസെപ്റ്റ് ഓഫ് HRM പറയുന്നത്?
Okay, human resource management, HRM or HR is the strategic approach to the effective management of people in company or organization such that they help their business gain a competitive advantage. Okay, നമുക്കറിയാം നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അടുത്ത കുട്ടിയും ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങും അല്ലെ. പുതുമ നിറഞ്ഞ ഇപ്പൊ നിലവിലുള്ള കാഴ്ച എങ്ങനെയാണ് അല്ലെ, ഒരു റെസ്റ്റോറന്റ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും അതിനോട് ചേർന്ന വിധത്തിൽ വേറൊരു റെസ്റ്റോറന്റ് അടുത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. ശരിയല്ലേ അല്ലേ? കോമ്പറ്റബിൾ അല്ലേ? ഇപ്പൊ ഏതൊരു സ്ഥാപനം വിജയിച്ച് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ബിസിനസ് കൂടി പലതന്നെ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തില്, ഈ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഈ കാലഘട്ടത്തില് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ എംപ്ലോയീസിനെ നല്ല എഫക്റ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നല്ല തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ അവിടെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. സ്ട്രാറ്റജിക് അപ്രോച്ച് അല്ലെ, തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ അവിടെ എടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? നല്ല എഫക്റ്റീവ് ആയിട്ട് എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ, നല്ല കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് എംപ്ലോയീസിനെ കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ നല്ല രീതിയിൽ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ബിസിനസ്സിന് ഈ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഈ കാലഘട്ടത്തില് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ട് ഞങ്ങൾ ഇങ്ങനെയാ പോകുന്നത്. പുതുമ നിറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പിന്നെ വളർച്ച ഉണ്ടാവുമോ? ട്രഡീഷണൽ ആയിട്ടുള്ള സംസ്കാരം തന്നെ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ മാറ്റങ്ങളൊന്നും വരുത്തിയില്ലെങ്കിൽ എന്തെങ്കിലും മെച്ചമുണ്ടാക്കി എടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് ഭേദഗതികളൊക്കെ വരും. ഓക്കെ, അപ്പൊ തന്ത്രപരമായ രീതിയിൽ തന്നെ ഹ്യൂമൻ ബീയിങ്സിനെയും കൈകാര്യം ചെയ്യണം. ഓക്കെ, പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പരമ്പരാഗതമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിലും ഈ പുതുമ നിറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കണം അല്ലെ. അവർക്ക് അതിനനുസരിച്ചുള്ള നോളജ് പകർന്നു കൊടുക്കേണ്ടതായിട്ട് വരും. ശരിയല്ലേ? അല്ലേ? പുതുമ നിറഞ്ഞ ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവർക്ക് പുതുമ നിറഞ്ഞ കാര്യങ്ങൾ കൂടി അവൈലബിൾ ആക്കി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആ ഒരു സങ്കല്പത്തിൽ എടുത്ത് പറയുകയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM or HR is the strategic approach to the effective management of people in a company organization such that they help their business gain a competitive advantage. Okay, then it is designed to maximum employee performance in service of an employer's strategic objectives. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയേഴ്സിന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഈ ലക്ഷ്യങ്ങൾ അല്ലെ, തൊഴിലുടമയുടെ ഈ തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് തീർച്ചയായിട്ടും എംപ്ലോയീസിനെ മാക്സിമം പെർഫോം അല്ലെ, അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഉള്ള എംപ്ലോയീസിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ, നല്ല ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല കൃത്യമായിട്ടുള്ള തന്ത്രങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കണമെങ്കിൽ നല്ല ഒരു സ്ഥാപനം നമ്മൾ സ്ഥാപിക്കുമ്പോൾ പിന്നെ എയിമോട് കൂടിയിട്ടായിരിക്കും സ്ഥാപിക്കുന്നത്. നല്ല ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കും അല്ലെ. ഫസ്റ്റ് ഇയറിൽ ഇങ്ങനെ അല്ലെ, ചിലപ്പോൾ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഇയറിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുന്ന വരില്ല. ഓക്കെ, എങ്കിലും അവർക്ക് ഒരു ടാർജറ്റുകൾ ഉണ്ടാവും അല്ലെ. സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും ഇത്രത്തോളം അത് വളർന്നു വരണമെന്നൊക്കെയുള്ള ടാർജറ്റ് ഉണ്ട്. സോ അവിടെ അത്തരം ടാർജറ്റുകളൊക്കെ ഗെയിൻ ചെയ്യണമെങ്കിൽ, നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അവിടെയുള്ള എംപ്ലോയീസിന്റെ പെർഫോമൻസ് ആവശ്യമാണ് അല്ലെ. നല്ല രീതിയിലുള്ള വർക്ക് പെർഫോമൻസ്, വർക്ക് പ്രകടനങ്ങൾ അവിടെ ആവശ്യമാണ്. സോ അതിനാവശ്യമായിട്ടുള്ള തന്ത്രങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് പോകുക എന്നുള്ളതൊക്കെ HRM മാനേജ്മെന്റിന്റെ പ്രത്യേകതയാണ്. യെസ്, ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. എന്താണ് പറഞ്ഞു പോകുന്നത്? Human resource management is the strategic approach to the effective management. തന്ത്രപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. ഇവിടെ പറയാണ് organizations such that they help their business gain a competitive advantage. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ബിസിനസ് അത് മത്സരാധിഷ്ഠിതമായിട്ടുള്ള രീതിയിൽ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? മാക്സിമം ഗെയിൻസ് നേടിയെടുക്കാം എന്നായിരിക്കും അല്ലെ. കമ്പനി ഓർഗനൈസേഷൻ സച്ച് ദാറ്റ് ദേ ഹെൽപ്പ് ദെയർ ബിസിനസ് ഗെയിൻ എ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്. മത്സരാധിഷ്ഠിതമായിട്ട് തന്നെ ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം എന്നാണ് ഇതൊരു ഓർഗനൈസേഷനും ആഗ്രഹിക്കുന്നത് അല്ലെ, അവിടെ ലക്ഷ്യമിടുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു മാക്സിമം എംപ്ലോയ് പെർഫോമൻസ് ഇൻ സർവീസ് ഓഫ് ആൻ എംപ്ലോയേഴ്സ് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്. തൊഴിലുടമയുടെ തന്ത്രപരമായിട്ടുള്ള ഈ ലക്ഷ്യങ്ങൾ അല്ലെ,
അത് നേടിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയേഴ്സ് അല്ലെ, എംപ്ലോയീസിന് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമാണ് ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ അല്ലെ, അത് കൈകാര്യം ചെയ്ത് പോകുന്നതും HRM മാനേജ്മെന്റ് ആണ്. സോ നമ്മളൊരു വലിയ ഓർഗനൈസേഷനിൽ HRM ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തൊഴിലുടമ ഇങ്ങനെ ലക്ഷ്യങ്ങൾ അവിടെ നിർവഹിച്ച് അല്ലെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രങ്ങളെല്ലാം, അതായത് അവിടെയുള്ള എംപ്ലോയീസിനെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ആവശ്യമായിട്ടുള്ള തന്ത്രങ്ങളെല്ലാം ഡിസൈൻ ചെയ്തത് ആരായിരിക്കും? HRM മാനേജ്മെന്റ് ആയിരിക്കും. ക്ലിയർ ആണോ? നമുക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു പാരഗ്രാഫ് ആയിട്ടാണ് നമ്മുടെ സ്കോപ്പ് ഓഫ് HRM കൊടുത്തിരിക്കുന്നത്. പക്ഷെ വലിയ വലിയ കാര്യങ്ങൾ ആ ഒരു ചെറിയ പാരഗ്രാഫിലുണ്ട്. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കറിയാം, നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാത്തിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് അല്ലേ, ഒരു ആമുഖമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വൈഡ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിലും പഠിക്കുന്ന ഒരു കാര്യങ്ങളാണ്. സ്കോപ്പ് ഓഫ് HRM എന്ന് പറയുമ്പോൾ അതിൽ പഠിപ്പിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ഓരോ കോമയായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് മറ്റ് ചാപ്റ്ററിലൊക്കെ പഠിക്കാനുണ്ടാവും. അതായത് സെക്കൻഡ് ചാപ്റ്റർ റിക്രൂട്ട്മെന്റ് സെലക്ഷനിലൊക്കെ പഠിക്കാൻ പോകുന്ന കുറെ ഭാഗങ്ങളെല്ലാം ഇവിടെ ഡിസ്കസ് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ സ്കോപ്പ് ഓഫ് HRM എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മള് സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ കവർ ചെയ്ത് കഴിയുമ്പോഴാണ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ജസ്റ്റ് പക്ഷെ നമുക്ക് ആ ഒരു പോയിന്റ്സ് എന്തുള്ളതാണോ കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ, അത് മതിയില്ലേ? ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ചാപ്റ്ററിന്റെ ഒരു ആമുഖമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് അല്ലെ കാര്യങ്ങൾ നമുക്കറിയാം. HRM എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ടുണ്ട്. ആ ഒരു കൃത്യമായിട്ടുള്ള ഹാൻഡിലിംഗ് അല്ലെ, നമ്മുടെ HRM മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് എംപ്ലോയീസിനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അതായത് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതുവരെ എടുത്തതില് ജസ്റ്റ് കുറച്ച് ലൈൻസ് അല്ലെ മാർക്ക് ചെയ്ത് പോയാല് നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മീനിങ് നമുക്കറിയാം. പല കാര്യങ്ങൾ കൂടി അവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ HRM ആണ് ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. പിന്നെ HRM എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് അല്ലെ എനിക്ക് കേസ് സിമ്പിൾ ആയിട്ടുള്ള ഈ അബ്രിവേഷൻ ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഡിസൈൻ അല്ലെ, എന്താണ് പ്രധാനമായിട്ടും HRM ഡിസൈൻ ചെയ്യുന്നത്? മാക്സിമം എംപ്ലോയി പെർഫോമൻസസ് ഇൻ സർവീസ് ഓഫ് ആൻ എംപ്ലോയേഴ്സ് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്. എംപ്ലോയിയുടെ തൊഴിലുടമയുടെ സ്ട്രാറ്റജിക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എംപ്ലോയിയുടെ പെർഫോമൻസ് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ HRM ഡിപ്പാർട്ട്മെന്റ് മാക്സിമം കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് സ്കോപ്പ് ഓഫ് HRMലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈഡായിട്ടുള്ള വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ് വരുന്നത്. Personal aspect, this is concerned with manpower planning, recruitment, selection, placement, transfer, promotion, training and development, layoff and retrenchment, remuneration, incentives, productivity, etc. Okay. അവിടെ ഇതില് കൊമേഴ്സുകാര് കുറച്ച് പേര് കാണും അല്ലേ? കൊമേഴ്സുകാരില്ലേ? കൊമേഴ്സുകാർ കുറെ പേരുണ്ട്. കൊമേഴ്സുകാർക്ക് മനസ്സിലാവും അല്ലെ, ഈ പ്ലാനിംഗ് എന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആയിട്ടൊരു ഗ്രേഡ് മീനിങ്ങിലല്ല നിൽക്കുന്നത് അല്ലെ. മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രാൻസ്ഫർ, അതൊന്നും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗത്ത് നിൽക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ HRMല് ഈ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് നമുക്ക് അതിന്റെ മീനിങ് വെച്ച് പോകാം. ഇത് ചാപ്റ്റർ വൈസ് ചെയ്ത് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം. സ്കോപ്പ് ഓഫ് HRMൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് മാൻ പവർ പ്ലാനിങ് ആണ്. എന്താണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്? ഓക്കെ, അതായത് നമുക്കൊരു ഓർഗനൈസേഷൻ ഉണ്ടാവുമ്പോൾ അവിടെ എത്രത്തോളം എംപ്ലോയീസിനെ വേണ്ടി വരും എന്നുള്ളത് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, ആസൂത്രണം ചെയ്യേണ്ടത് അല്ലെ. ഡിസൈഡ് ഹൗ മെനി എംപ്ലോയീസ് നീഡഡ് ഫോർ അല്ലെ, അത്രത്തോളം എംപ്ലോയീസിനെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെ ആവശ്യകത അനുസരിച്ചിട്ട് എത്രത്തോളം എംപ്ലോയീസിനെ വേണമെന്ന് കണ്ടെത്തുന്ന ഒരു ആസൂത്രണ പ്രക്രിയയാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഏതൊരു സ്ഥാപനം, ചെറിയ സ്ഥാപനമാണെങ്കിൽ ചിലപ്പോൾ 2 വേക്കൻസി ആയിരിക്കും, ചിലപ്പോൾ വലിയ സ്ഥാപനമാകുമ്പോൾ ഒരുപാട് വേക്കൻസി ഉണ്ടാവും, ഡിഫറെന്റ് ബ്രാഞ്ചിലൊക്കെ ആയിരിക്കും. സോ അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം
കാർഡിയോളജി ഉണ്ട്, ന്യൂറോളജി ഉണ്ട്, നെഫ്രോളജി ഉണ്ട്, ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അവിടെയൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള എംപ്ലോയീസ് ആവശ്യമാണ്. സോ അവിടെ വേക്കൻസികൾ അല്ലെ, വേക്കൻസി ഫില്ല് ചെയ്യാൻ എത്രത്തോളം എംപ്ലോയീസിനെ വേണം, അതാണ് മാൻ പവർ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഓക്കെ അല്ലേ, മാൻ പവർ പ്ലാനിങ്. യെസ്. സെക്കൻഡ് പോയിന്റിലേക്ക് നോക്കാം. എന്താണ് റിക്രൂട്ട്മെന്റ്? എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് ഫൈൻഡിങ് കാൻഡിഡേറ്റ്സ് അല്ലെ, ഒരുപാട് കാൻഡിഡേറ്റ്സുകൾ ഉണ്ട്, നമ്മൾ കണ്ടെത്തുക അല്ലെ, എത്രത്തോളം എംപ്ലോയീസിനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഫൈൻഡിങ് ദ കാൻഡിഡേറ്റ്സ് അല്ലെ, എത്രത്തോളം പേര് നമുക്കറിയാം റിക്രൂട്ട്മെന്റ് നടത്തുക എന്ന് പറയുന്നത് സെലക്ഷൻ വരുന്നുള്ളൂ. ഓക്കെ, മാൻ പവർ പ്ലാനിങ്. സെക്കൻഡ് വൺ റിക്രൂട്ട്മെന്റ് അല്ലെ. റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടെത്തുക. വേണമെങ്കിൽ അല്ലെ ഒരു ക്യാമ്പസ് സെലക്ഷൻ നടത്തിയിട്ട് ആപ്ലിക്കേഷൻസ് കണ്ടെത്താം. നമ്മുടെ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് കണ്ടെത്തണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് ഏത് റിക്രൂട്ട്മെന്റ് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു എന്താണ് അഡ്വർടൈസ്മെന്റ് വഴിയോ ക്യാമ്പസ് സെലക്ഷൻ വഴിയോ അല്ലെ, ഏത് രീതി വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മതിയായ ആപ്ലിക്കേഷൻസുകൾ കണ്ടെത്താം. ഫൈൻഡിങ് കാൻഡിഡേറ്റ്സ് ഫോർ സ്പെസിഫിക് ജോബ് ഫില്ല് ചെയ്യാനായിട്ട് വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുക അല്ലെ, അതിനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് കണ്ടെത്തുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞത്? മാൻ പവർ പ്ലാനിങ്. എത്രത്തോളം എംപ്ലോയീസിനെ വേണമെന്ന് ആസൂത്രണം ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ്. ഈ എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ, ഫൈൻഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് കണ്ടെത്തുക. നമുക്കറിയാം ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും കേട്ടോ. ഒരുപാട് ആപ്ലിക്കേഷൻസ്, കുറച്ച് വേക്കൻസിക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടുമ്പോൾ എന്താ പ്രത്യേകത? നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അല്ലെ. ശരിയല്ലേ? കുറച്ച് വേക്കൻസി ഉള്ളൂ, പക്ഷെ ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടുമ്പോൾ എന്താണ് ഏറ്റവും നല്ല എംപ്ലോയീസിനെ കണ്ടെത്താൻ സാധിക്കും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടപടികൾ തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ റിക്രൂട്ട്മെന്റ് നടപടികൾ വരെ നടത്തുന്നു. വീണ്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് സെലക്ഷൻ. ഓക്കെ, സെലക്ഷനിൽ എന്താ നടത്തുന്നത്? എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് പറഞ്ഞ നടത്ത് ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് ചൂസ് ചെയ്തെടുക്കുക അല്ലെ, ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസിൽ നിന്ന്. യെസ്, ചൂസിങ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. സോ ഓക്കെ, അപ്പൊ സെലക്ഷൻ എന്ന് പറയുമ്പോൾ അപ്പൊ ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. അവിടെ ടെസ്റ്റുകൾ നടത്തിയോ ഇന്റർവ്യൂ നടത്തിയോ അല്ലെ, പല രീതിയിൽ ബെസ്റ്റ് വണ്ണിനെ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. അതാണ് സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസ്, റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എലിജിബിൾ ആണെന്നൊക്കെ നോക്കിയിട്ട് അല്ലെ, അത് ആദ്യം തന്നെ ആപ്ലിക്കേഷൻസ് ഫോമൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോക്കും. അതിനുശേഷമാണ് അവര് ഒരുപാട് ആപ്ലിക്കേഷൻസിന് കുറെ പേരൊക്കെ റിജക്ട് ചെയ്യും. പിന്നെയും നമുക്കുള്ള ആപ്ലിക്കേഷൻസിൽ നിന്ന് വീണ്ടും അവരെ ടെസ്റ്റിലേക്ക് വിളിക്കും. പലതരത്തിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്താം. അത് നമ്മുടെ ജോലിയുടെ രീതി അനുസരിച്ചിട്ട് ഏത് ടെസ്റ്റ് വേണമെങ്കിലൊക്കെ നടത്താം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പഠിച്ചു പോകാനുണ്ട് കേട്ടോ. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ഇന്റർവ്യൂ വ്യത്യസ്ത രീതിയിൽ ഇന്റർവ്യൂ ഒക്കെ നമ്മുടെ ജോലിയിലെ രീതി അനുസരിച്ചിട്ട് ഏത് ഇന്റർവ്യൂ വേണമെങ്കിലും സ്വീകരിക്കാവുന്നതാണ്. സോ അങ്ങനെയാണ് തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ഇനി സെലക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയീസിനെ സെലക്ഷൻ ഒക്കെ നടത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? പോസ്റ്റ് ചെയ്യില്ലേ? ഇല്ലേ? സെലക്ഷൻ നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്യും അല്ലെ, പ്ലേസ്മെന്റ് നടത്തും. യെസ്, പോസ്റ്റിംഗ്. പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ പോസ്റ്റിംഗ്. യെസ്, നമ്മൾ ആ വേക്കൻസിയിൽ ആ എംപ്ലോയി ഒക്കെ ആണെങ്കിൽ അവരെ പ്ലേസ്മെന്റ് ചെയ്യും. തന്നെ ഇങ്ങനെ പ്ലേസ്മെന്റ് ചെയ്യുമ്പോഴൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലേസ്മെന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു പോകാനുണ്ട്. അപ്പൊ സ്കോപ്പ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഗവൺമെന്റ് പോയിന്റ് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് HR ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അവിടെയുള്ള എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് തന്നെ പ്ലേസ്മെന്റ് നിർവഹിച്ചു. പ്ലേസ്മെന്റ് ഒക്കെ നിർവഹിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമുക്കറിയാം വലിയ വലിയ കമ്പനി ഫാക്ടറിയും ഒക്കെ ആണെങ്കിൽ അവിടെ ഒരുപോലെയുള്ള ബ്രാഞ്ചൊക്കെ ആണെങ്കിൽ വേണമെങ്കിലൊക്കെ ട്രാൻസ്ഫർ സൗകര്യങ്ങളൊക്കെ കൊടുക്കാം അല്ലെ. കൊടുക്കാൻ പറ്റില്ലേ? ആദ്യമൊക്കെ അകലങ്ങളിലാണ് കിട്ടണമെങ്കിലും വർഷം കൂടി നാളുകൾക്ക് ശേഷം അല്ലെ. ഇപ്പൊ ബാങ്കിലും ഒക്കെ സാധാരണ രീതിയിൽ ആദ്യം അകലെ വർക്ക് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. പിന്നീട് അല്ലെ നമ്മുടെ വീട്ടിനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുക്കും. സോ ട്രാൻസ്ഫർ അവിടെ എന്താണ് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്? റെസ്പോൺസിബിലിറ്റിക്കോ സാലറിക്കോ ഒന്നും വേരിയേഷൻസ് സംഭവിക്കുന്നില്ല
അല്ലെ ട്രാൻസ്ഫറിൽ അങ്ങനെ റെസ്പോൺസിബിലിറ്റിക്കോ അല്ലെ ഒന്നിനും നല്ല വേരിയേഷൻസ് സംഭവിക്കുന്നില്ല. ഞാൻ വീണ്ടും എന്താണ് ട്രെയിനിങ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ പുതുമ നിറഞ്ഞ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ ബിസിനസ് ഒക്കെ വിജയിച്ച് പോകണമെങ്കിൽ അല്ലെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള സംസ്കാര രീതിയും ആ രീതി തന്നെ മാത്രം ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ബിസിനസ് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ മതിയായ രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ എംപ്ലോയീസിന് കൊടുക്കേണ്ടതായിട്ട് വരും. എല്ലാ എംപ്ലോയീസിനും ഒരേ രീതിയിലുള്ള ട്രെയിനിങ് ആണോ കൊടുക്കേണ്ടി വരുന്നത്? ആണോ ആണോ എല്ലാ എംപ്ലോയീസിനും ഒരു അല്ല അല്ലെ. ഡിഫറെന്റ് കാറ്റഗറി അല്ലെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് ഡിഫറെന്റ് ക്ലർക്കിന്റേതായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫിന് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് കുടുംബം തന്നെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രെയിനിങ് കൊടുക്കണം അല്ലെ. ചിലർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ടും വരില്ല, കാരണം അവർ ബേസിക്കലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വന്ന് കയറിയിരിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം ട്രെയിനിങ് ഒക്കെ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ അവിടെ പെർഫോമൻസ് അനലൈസേഷൻ ഒക്കെ നടത്തണം. അതായത് അവരുടെ പ്രകടനങ്ങളൊക്കെ വിലയിരുത്തേണ്ടതുണ്ട്. സോ അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചു പോകും, പല ചാപ്റ്ററിലൊക്കെ ആയിട്ട് പഠിച്ചു പോകും. സോ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ആവശ്യക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെന്റ്. എന്താണ് ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്? ഇനി ഐഡിയ എന്തെങ്കിലും ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്? അതായത് അവരുടെ സ്കില്ല് നോളജ് ഒക്കെ അല്ലെ. ഇവര് നമ്മൾ പറഞ്ഞു എപ്പോഴും എംപ്ലോയീസ് ഒക്കെ ഓക്കെയാണ്, ഇപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസ് ഒക്കെ ഓക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് മുന്നോട്ട് പോയാൽ മാത്രം പോരാ അല്ലെ. മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്നും കൂടി ഓർത്തിട്ട് വേണം എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്ത് പോകാൻ. സോ ഈ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം. നേരത്തെ പറഞ്ഞ ട്രെയിനിങ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അല്ലെ ഫ്യൂച്ചറിനെയും കൂടി ഫോക്കസ് ചെയ്തിട്ട് അവരുടെ സ്കില്ല്, ഓരോ എംപ്ലോയീസിന്റെ സ്കില്ല് നോളജ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കണം. ഭാവിയിൽ എന്ത് വന്നാലും അതിനെ നേരിടാൻ സജ്ജമാക്കിയിരിക്കുന്ന എംപ്ലോയീസ് ആക്കി മാറ്റിയെടുക്കുക. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ വരെ പറഞ്ഞ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പോവാ. സ്കോപ്പ് ഓഫ് HRM എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാൻ പവർ പ്ലാനിങ് ചെയ്യേണ്ടതുണ്ട്, റിക്രൂട്ട്മെന്റ് നടപടികൾ ചെയ്യണം, സെലക്ഷൻ പ്രൊസീജിയേഴ്സ്, പ്ലേസ്മെന്റ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ലേ ഓഫ്. ലേ ഓഫ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ചിലപ്പോ സീസണൽ ആയിട്ടുള്ള ഒരു ഫേം ആണെന്ന് വെച്ചു, ഒരു സീസണായിട്ട് ഇപ്പോ സീസണൊക്കെ വരുമ്പോ മാത്രം വർക്കുള്ള ഒരു ഫേം ആണെന്ന് വെച്ചു. ഓക്കെ, അപ്പൊ അവർക്ക് ആ ടൈമിൽ ടൈമിൽ അവർക്ക് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ്മെന്റിന് കൊടുക്കാനായിട്ട് സാധിക്കും, അവർക്ക് സാലറി ഒക്കെ കൊടുക്കാൻ സാധിക്കും. ഇനി വീണ്ടും ഒരു 6 month ഈ സീസണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേരിയേഷൻസ് സംഭവിക്കും. അവർക്ക് തൊഴിൽ കൊടുക്കാൻ മാനേജ്മെന്റിന് നമുക്കറിയാം ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടൈമാണ്. സോ അവർക്ക് ബിസിനസ് ഞാൻ നടത്തിക്കൊണ്ട് പോയ കൃത്യമായിട്ടുള്ള സാലറി ഒന്നും കൊടുക്കാൻ പറ്റാതെ വരും. സോ വീണ്ടും നമുക്കറിയാം നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ഈ സീസൺ വീണ്ടും വരും അല്ലെ. സീസൺ വീണ്ടും വരുമ്പോഴും തീർച്ചയായിട്ടും ആ എംപ്ലോയീസിനെ വീണ്ടും നമുക്ക് ആവശ്യവുമാണ്. സോ എംപ്ലോയിനെ നമുക്ക് വെട്ടിക്കളയാനും പറ്റില്ല, എന്നാൽ അവർക്ക് എല്ലാ ടൈമിലും കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാനും പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ തീർച്ചയായിട്ടും എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെ. അനലൈസ് ചെയ്ത് കൊടുക്കണം, ഒരു കോമ്പൻസേഷൻ പാക്കേജ് ഒക്കെ കൊടുത്ത് അല്ലെ വീണ്ടും വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും ഈ HRM ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അവരെയൊക്കെ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി അവർക്ക് എന്താണ് ആവശ്യം, അവരുടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം അല്ലെ. അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു കൊടുക്കുന്നതും ഈ HRM ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ റിട്രെൻച്ച്മെന്റ്, അതുപോലെ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ ഇപ്പോ എംപ്ലോയീസിനെ അല്ലെ ഇപ്പോ തിരിച്ചു വിടണമെന്ന് വെച്ചോ, ഇപ്പൊ നമ്മൾ നഷ്ടത്തിലാണ് പോകണമെങ്കിൽ അല്ലെ, ബിസിനസ് നഷ്ടത്തിലാണ് പോകണമെങ്കിൽ അധികം എംപ്ലോയീസിന്റെ ആവശ്യകതയൊന്നുമില്ല, അവരെ പറഞ്ഞു വിടുന്നെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴും HRM ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയും അല്ലെ അവര് മാന്യമായ രീതിയിലൊക്കെ തന്നെ പറഞ്ഞു വിടണം അല്ലെ. ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് ഒരു കോമ്പൻസേഷൻ ഒക്കെ കൃത്യമായിട്ടൊക്കെ കൊടുത്ത് വേണമെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അതെല്ലാം HRM ഡിപ്പാർട്ട്മെന്റിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലോട് കൂടിയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ എംപ്ലോയീസിന്റെ എല്ലാ പ്രശ്നങ്ങളും അല്ലെ, എംപ്ലോയീസിനെ കണ്ടെത്തുന്നതും അവരെ നിയമിക്കുന്നതും അവരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതും ഇൻ കേസ് അവരെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതും നമുക്കറിയാം HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. റെമ്യൂണറേഷൻ നമുക്കറിയാം, മതിയായ സാലറിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ചു നാൾ നിന്നിട്ട് അവരെ ഇട്ടിട്ട് പോകും അല്ലേ, ശരിയല്ലേ?
വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി പ്ലേസ്മെന്റും ട്രെയിനിങ് ഒക്കെ കൊടുത്ത് എംപ്ലോയീസിനെ അവിടെ കൊണ്ടുവന്ന് അല്ലെ പ്ലേസ്മെന്റ് ഒക്കെ കൊടുത്തു. പക്ഷെ അവർക്ക് മതിയായ റെമ്യൂണറേഷൻ ഒന്നും ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും പോലെ മറ്റ് പാക്കേജസുകളൊന്നും ഇല്ലെങ്കിൽ ഇത്രയും നല്ല പാക്കേജസും നല്ല സാലറിയുള്ള ഫിർമകൾ ഉണ്ടെങ്കിൽ അവരെ ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ ആവശ്യമായ കൃത്യമായിട്ടുള്ള റെമ്യൂണറേഷൻ പാക്കേജുകളൊക്കെ അവർക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്ക് നന്നായിട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെ ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ എംപ്ലോയീസിനാണ് ഇത് കൊടുക്കേണ്ടത്, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റാണ്. അതിനൊപ്പം തന്നെ പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത എംപ്ലോയീസിനെ നമുക്കറിയാം നല്ല മാക്സിമം പെർഫോമൻസ് കൈകാര്യം ചെയ്യാനല്ലേ പറ്റുന്ന ഒരു എംപ്ലോയി ആയിട്ട് മാറ്റിയെടുക്കേണ്ടതുണ്ട് അല്ലെ. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എവിടെയാണ് അവർക്ക് വീഴ്ച പറ്റുന്നത്, എവിടെയാണ് നമുക്ക് വേരിയേഷൻസ് വരുത്തേണ്ടത്, അത് കൃത്യമായിട്ട് തന്നെ അവലോകനം ചെയ്ത് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഉൽപാദനക്ഷമത ഉള്ള എംപ്ലോയി ആക്കിയെടുക്കണം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. അവിടെയുള്ള എംപ്ലോയീസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് നല്ല പെർഫോമൻസ് ആക്കിയെടുക്കണമെങ്കിൽ പല കാര്യങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് നോക്കേണ്ട ഒരു ഡ്യൂട്ടി ഏത് ഡിപ്പാർട്ട്മെന്റിലുണ്ട്? ഏത് ഡിപ്പാർട്ട്മെന്റിലുണ്ട്? HR ഡിപ്പാർട്ട്മെന്റിലുണ്ട്. HR ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അപ്പൊ ഓക്കെയാണ്. അതായത് ജസ്റ്റ് ഒന്നും കൂടി പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. സ്കോപ്പ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഇതെല്ലാം എലാബറേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ നിങ്ങൾ അല്ലെ ടീച്ചർ പറഞ്ഞപ്പോ 2 മിനിറ്റ് ഒരു ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ വലിയ ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോകുന്നുണ്ട്. എന്താണ് ട്രെയിനിങ് ഡെവലപ്മെന്റ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, പ്ലേസ്മെന്റ്. ഇവരുടെ പ്രൊമോഷൻ കാര്യം പറഞ്ഞില്ല അല്ലെ. പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ പറഞ്ഞു, പ്രൊമോഷൻ ഇവിടെ പറഞ്ഞില്ലല്ലോ. പ്രൊമോഷൻ കാര്യം എന്തായിരിക്കും? അയ്യോ ഇതിലേക്ക് വേണ്ടിയില്ല, നമ്മൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. സ്ഥാനക്കയറ്റം, ഹയർ പൊസിഷൻ, എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. മേൽക്കയറ്റം, ഗുഡ്. സ്ഥാനക്കയറ്റം അല്ലെ, മേൽക്കയറ്റം, അതായത് ഹയർ പൊസിഷൻ, ഇതൊക്കെ തന്നെ. അതായത് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയി ആണ്, ഓക്കെയാണ്, നല്ല പെർഫോമൻസ് ഒക്കെ ആണ് എങ്കിൽ മേൽത്തട്ടിൽ എന്തെങ്കിലും വേക്കൻസികൾ വരുമ്പോൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കഴിവുറ്റ എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്യും? അതിൽ തന്നെ ആ മെയിൽ തട്ടിലുള്ള വേക്കൻസി ഫില്ല് ചെയ്യാൻ നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിനെ തന്നെ കയറ്റും അല്ലെ. സ്ഥാനക്കയറ്റത്തിന് അവർക്ക് പ്രൊമോഷൻ സാധ്യത വഴി അവർക്ക് ആ ജോലി വാഗ്ദാനം ചെയ്യും. താഴെ തട്ടിലുള്ള വേക്കൻസി ഫില്ല് ചെയ്യാനൊക്കെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടപടികൾ സ്വീകരിക്കുന്നത്. അപ്പൊ പ്രൊമോഷൻ സാധ്യതകളൊക്കെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഫീൽ ചെയ്യും. എല്ലാ എംപ്ലോയീസും ഒരേപോലെ തന്നെ കാണണം എന്നുള്ളത് കറക്റ്റ് ആണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന എംപ്ലോയി നന്നായിട്ട് ആദ്യം ചെയ്യുന്ന അല്ലെ കൃത്യമായിട്ട് അത് ആസൂത്രണം ചെയ്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് അവർക്ക് പ്രൊമോഷൻ സാധ്യതകളൊക്കെ വാഗ്ദാനം ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാ HR ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊമോഷൻ സാധ്യതകളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ലെ. അത്രയും നാളത്തെ എക്സ്പീരിയൻസും നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള എംപ്ലോയീസിന് മാത്രമാണ് സ്ഥാനക്കയറ്റമൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ HR ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം കാര്യങ്ങൾ അല്ലെ. അവിടെ ഒരു സ്ഥാപനത്തിലുള്ള എല്ലാ എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. സോ അതെല്ലാം കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകേണ്ട ഒരു വലിയൊരു ഡ്യൂട്ടി ഉത്തരവാദിത്തമാർക്കുണ്ട് HR ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അല്ലെ ചെറിയൊരു കാര്യങ്ങളാണ് നമ്മൾ സ്കോപ്പ് ഓഫ് HR ഡിസ്കസ് ചെയ്ത് പോയത്. പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, റെയോപ്മെന്റ്, റിട്ടൻമെന്റ്, റെമ്യൂണറേഷൻ, ഇൻസെന്റീവ്സ്, പ്രൊഡക്ടിവിറ്റി. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോയേരെ. നിങ്ങൾ 1-2 മോക്ക് ടെസ്റ്റുകളൊക്കെ മറ്റു ടീച്ചേഴ്സിന്റെ ഒക്കെ അറ്റൻഡ് ചെയ്ത് കാണും അല്ലേ? ഇതില്ലേ സിമ്പിൾ ഒക്കെ ആയിട്ട് നമ്മളെ ക്ലാസ്സിൽ എടുക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ആയിട്ട് തരും. ഓക്കെ, ഇതുവരെയും ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് ചെയ്തില്ല, ചെയ്തവരൊക്കെ ഉണ്ട് കേട്ടോ. ചെയ്യാത്തവരൊക്കെ ചെയ്യണം. കാരണം നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ മോക്ക് ടെസ്റ്റുകൾ ഞങ്ങളുടെ ടീച്ചേഴ്സ്
അപ് ടു ഡേറ്റ് ആയിട്ട് കൊടുത്തു പോകുന്നുണ്ട്. നിങ്ങൾ അത് അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്ത് പോകാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ല എന്ന് പറയുന്നത് ഇട്ടിട്ടുണ്ട്. കുറെ പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ മോക്ക് ടെസ്റ്റ് എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ക്ലാസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയ്സ്. ഓക്കെ, മറ്റു ടീച്ചേഴ്സിന്റെ മോക്ക് ടെസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ നെക്സ്റ്റ് ക്ലാസ് ഇൻട്രൊഡക്ഷന്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇൻട്രൊഡക്ഷൻ നിഷ മിസ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആ ക്ലാസ്സിന്റെ എന്തായാലും ഉണ്ട്. അത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇവ ഫസ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. ഇവയ്ക്ക് മുമ്പ് ക്ലാസ്സുകൾ പോയിട്ടുണ്ടല്ലോ. നമ്മള് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തവരൊന്ന് ഹാൻഡ്സ് അപ്പ് ചെയ്തേ. നിഷ മിസ്സിന്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. ഓക്കെ, അധികം ക്ലാസ്സുകളൊന്നും പോയിട്ടില്ല. ഇവിടെ ഒരു റെമ്യൂണറേഷനെ കുറിച്ചിട്ട് ചോദിച്ചു. എന്താണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്? പേയിങ് സാലറി വിത്ത് അല്ലെ, നമുക്ക് ബോണസ് എന്തെങ്കിലും ആനുകൂല്യം ബെനിഫിഷ്യൽ പാക്കേജ്. റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എംപ്ലോയിക്ക് അല്ലെ വ്യത്യസ്ത എംപ്ലോയികൾക്ക് വ്യത്യസ്ത സാലറികളായിരിക്കും. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ തന്നെ കൺസിഡർ ചെയ്തിട്ട് ഡോക്ടേഴ്സിന്റെ സാലറി ആയിരിക്കില്ല ടെക്നിക്കൽ സ്റ്റാഫിന്റെ അല്ലെ സ്വീപ്പേഴ്സിന്റെ ഒക്കെ. ഓക്കെ, ട്രെയിനിങ് പോർഷന്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. തേർഡ് ചാപ്റ്റർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മളിപ്പോ പറഞ്ഞ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ ബേസ് ചെയ്ത് വലിയ അവരുടേതായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. സോ ട്രെയിനിങ് ഡെവലപ്മെന്റ് നിഷാമിസാണ് സ്റ്റാർട്ട് ചെയ്തത്. മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോവാത്തവരുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ എന്തായാലും ക്ലാസ്സുകൾ കഴിയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അല്ലെ മോക്ക് ടെസ്റ്റുകൾ കൊടുക്കും. സോ അതനുസരിച്ചിട്ടുണ്ട്. ഓക്കെ, ചെറിയ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് ഒക്കെ എടുത്തിട്ടുള്ളെങ്കിൽ ചിലപ്പോ നെക്സ്റ്റ് ടൈമിലായിരിക്കും അതിന്റെ മോക്ക് ടെസ്റ്റ് ഒക്കെ. പരമാവധി ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങളെക്കൊണ്ട് ഡെയിലി അറ്റൻഡ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്യാറ്. ഓക്കെ, അത് ചില ക്ലാസ്സുകളിലൊക്കെ ജസ്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ടാവുള്ളൂ ഇൻട്രൊഡക്ഷനിലൊക്കെ ആയിട്ട്. അതൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും. ഫസ്റ്റ് ടൈമിൽ മാത്രമേ പ്രശ്നം ഇത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കാനൊക്കെ ആയിട്ട് അല്ലെ ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അവരൊക്കെ ഇപ്പൊ തമ്പയച്ച് ചെറുതായിട്ടൊക്കെ മെസ്സേജ് ഒക്കെ അയച്ച് തുടങ്ങി അല്ലേ. ഫസ്റ്റ് ടൈമിലൊക്കെ തമ്പയച്ച് ഇവർ മെസ്സേജ് അയച്ചവരൊക്കെ ഇല്ലേ. സാധാരണ നിങ്ങൾ അല്ലെ അപ്പൊ അതൊക്കെ ഈസി ആയിട്ട് പോകും. നമ്മളിപ്പോ റെമ്യൂണറേഷന്റെ കാര്യം പറഞ്ഞു. ഓക്കെ അല്ലേ? റെമ്യൂണറേഷൻ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഉത്പാദനക്ഷമത. എന്താണ് പ്രൊഡക്ടിവിറ്റി? ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അതുവരെയായിട്ട് ഓരോ എംപ്ലോയിയുടെയും നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ അല്ലെ. ചിലർക്ക് നമ്മൾ പറഞ്ഞു ചിലർക്ക് ചിലപ്പോൾ അറിവില്ലായ്മ ഉണ്ടാവാം. അതായത് ചിലപ്പോ ചില കാര്യങ്ങളെ കുറിച്ച് ചിലപ്പോ അക്കാദമിക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞായിരിക്കും അവര് ചിലപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്നത്. സോ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ ഓക്കെ കറക്റ്റീവ് ആണോ എന്നൊക്കെ നോക്കി അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെച്ച് ഉത്പാദനക്ഷമതയുള്ള ഒരു എംപ്ലോയി ആക്കിയിരുന്നത്. അതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വേറല്ലേ ഇനി ടെമ്പററി, അതായത് നമ്മള് എന്താ പറയണ്ട ലേ ഓഫ് അല്ലെ. ലേ ഓഫ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ടെമ്പററി ആയിട്ട് ചിലപ്പോ എംപ്ലോയീസിനെ പിരിച്ചുവിടേണ്ടതായിട്ട് വരും. ടെമ്പററി റിമൂവൽ ഓഫ് ഫ്രം ദ ഓർഗനൈസേഷൻ അല്ലെ. ടെമ്പററി റിമൂവൽ എന്ന് പറയാൻ കാരണം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. സീസണലായിട്ടുള്ള എന്തെങ്കിലും തൊഴിലൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് അവരെ പിരിച്ചുവിടേണ്ടതായിട്ട് വരും. വീണ്ടും അവരെ ചിലപ്പോ അല്ലെ അവിടെ ആവശ്യമായിട്ട് വരും. സോ അങ്ങനെയുള്ള എംപ്ലോയീസ് ഒന്നും വിട്ടുപോകാനും പാടില്ല, വീണ്ടും വരേണ്ടതുണ്ട്. എന്നാൽ ഒരു ഇയറിലും മൊത്തത്തിലായിട്ട് ഇവർക്ക് സാലറി ഒക്കെ കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഉടമയ്ക്ക് പറ്റിയെന്നും വരില്ല. കാരണം 6 മാസത്തേക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ജോലി ഇല്ലാത്ത അവസ്ഥയാണ് അല്ലെ. അത് സീസണലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും അല്ലെ. ഏതൊരു ജോലിക്കും
അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട് അല്ലെ. ചില ടൈമുകളിലൊക്കെ ജോലി ഉണ്ടാവും, ചില ടൈമുകളിൽ ജോലി ഉണ്ടാവും. ട്രോളിംഗ് നിരോധനം വരുമ്പോൾ അല്ലെ അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് തീർച്ചയായിട്ടും അവിടെ ജോലി ഉണ്ടാവില്ല. ശരിയല്ലേ? മഴക്കാലം വരുമ്പോൾ കുട നിർമ്മാണം അല്ലെ, അതേപോലെ കൂട്ട് നിർമ്മാണം, അവിടെയൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം തൊഴിലുകളുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ടെമ്പററി ആയിട്ടുള്ള ജീവനക്കാരെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയുണ്ട്. സോ ആ ടൈമിലും ജീവനക്കാര് അല്ലെ നമുക്കറിയാം തിരിച്ചു വയ്ക്കുമ്പോഴും വരെയും വേണം. അങ്ങനെ ഒരു അവസ്ഥയിൽ മാത്രമേ അവർക്ക് തിരിച്ചു വിടാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അവരെ ഹാപ്പി ആക്കാൻ, അവരെ സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ചില കോമ്പൻസേഷൻ പാക്കേജുകളൊക്കെ HR ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് തന്നെ ആസൂത്രണം ചെയ്തിട്ടൊക്കെയാണ് അവരെ കൈകാര്യം ചെയ്തു പോകുന്നത്. സോ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത് ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ അല്ലേ? റെമ്യൂണറേഷൻ, പേ ഓഫ്, നമ്മളെന്താണ് വേറെ എന്തെങ്കിലും പ്രൊമോഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് നേരം എന്താ പറയാ കുറച്ച് പരിചയപ്പെടലൊക്കെ നടത്തി. അതിന് ഇൻട്രൊഡക്ഷന്റെ ഇത്രയും ഭാഗം നമ്മൾ എടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഡേയിൽ നമുക്ക് കുറച്ച് കൂടുതൽ അധികം എടുക്കാനായിട്ട് ശ്രമിക്കാം. പരിചയപ്പെടലൊക്കെ പതിയെ പതിയാവാം അല്ലേ? ഞാൻ നെക്സ്റ്റ് ഒരു മോഡല് തുടങ്ങി വെച്ചാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. 5 മിനിറ്റ് കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെന്തായാലും തീർക്കണമല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് ഡേയിൽ നമുക്ക് ഇത്രയും വെച്ച് നിർത്താം. ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റിന്റെ കാര്യമാണോ? മോക്ക് ടെസ്റ്റ് ഒക്കെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേട്ടിട്ടുണ്ടോ? കേട്ടായിരുന്നോ? മിസ്സിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ, സാറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്, അതിലൊക്കെ കൃത്യമായിട്ട് അത് കേട്ടിട്ടില്ലെങ്കിൽ എന്തായാലും റെക്കോർഡ് ഉണ്ടാവും. അത് കേട്ട് കഴിയുമ്പോൾ എപ്പോഴും നമുക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും കേട്ടോ. അത് കേട്ട് കഴിഞ്ഞ് കൃത്യതയോട് കൂടിയിട്ട് എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ്, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഓക്കെ, അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ അവർ പങ്കുവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഈ ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ടെസ്റ്റ് റെക്കോർഡ് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കുക. അപ്പൊ അവിടെ കൃത്യമായിട്ട് അത് എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സംശയങ്ങളായിരിക്കും പിന്നെ വരിക. സോ അതിനേക്കാൾ അപ്പുറം റെക്കോർഡ് ക്ലാസ് കേൾക്കേണ്ടതായിരിക്കും. ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ ഓക്കെയാണോ? ഇന്നടുത്തത് ഓക്കെയാണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണ്? ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് പോവുക. കുഴപ്പമില്ലല്ലോ, സ്പീഡൊന്നുമില്ലല്ലോ, ഈ രീതിയിൽ എടുത്ത് പോയാൽ മതി. ഓക്കെ, നമ്മള് ചെറിയ ഇൻട്രൊഡക്ഷൻ ആവുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയേണ്ട വരുന്നത് കൊണ്ട് നമ്മുടെ പോർഷൻസ് പതിയെ നീങ്ങുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ഇത്രയെങ്കിലും സ്പീഡിൽ ചെറുതായിട്ടെങ്കിലും, പക്ഷെ സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് നമ്മളോട് പറയാമോ. എന്തെങ്കിലും വിധമാതര പോയിന്റ്സുകൾ മനസ്സിലായില്ലെങ്കിലൊക്കെ ചോദിച്ചു പോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു. ഞാൻ അൺമ്യൂട്ട് ആക്കണോ? എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു ആണ്. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Yes.